ബ്രസീൽ ഈ വേൾഡ് കപ്പിൽ തങ്ങളുടെ ആദ്യ വിജയം കണ്ടെത്തിയിരിക്കുന്നു. അതെ, ഹൈത്തിയെ 3-0 എന്ന സ്കോറിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു. സോ എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ 3 ഗോളെ ബ്രസീൽ ഡിസേർവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതായിരുന്നോ ശരിക്കും വരേണ്ടിയിരുന്ന സ്കോർ എന്നുള്ളതാണ്. ബ്രസീലിന്റെ കളിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒരു 6-0, 7-0, 8-0 വരെ വരാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു. ബ്രസീലിന്റെ പ്ലേയേഴ്സിന്റെ ശ്രദ്ധക്കുറവ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് 3-0 എന്ന സ്കോറിലേക്ക് ഒതുങ്ങിപ്പോയത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഓഫ് സൈഡ് ഫ്ലാഗുകളാണ് ഉയർന്നത്. ബ്രസീലിന്റെ പ്ലാൻസും കാര്യങ്ങളും ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു, വൃത്തിയായിട്ട് അത് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അൾജീരിയ ആയിട്ട് അർജന്റീന യൂസ് ചെയ്ത അതേപോലെ ഒരു ടാക്ടിക്സ് തന്നെയാണ് ബ്രസീൽ ഇന്ന് ഹൈത്തി ആയിട്ട് യൂസ് ചെയ്തത്. കളി തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം, ഹൈത്തി 5 ഡിഫൻസ് വെച്ചിട്ടാണ് കളിച്ചത്. അപ്പോ ബ്രസീലിനെ ഡിഫൻസ് ചെയ്ത് നിൽക്കാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഹൈത്തി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ബ്രസീലിന്റെ ഭാഗത്ത് നിന്ന് വലിയ ഇന്റർസെപ്ഷൻസോ വലിയ പ്രഷറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കൂളായിട്ട് കളിക്കുന്ന ഒരു ബ്രസീലിനെയാണ് നമ്മൾ കണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഹൈത്തി മുമ്പോട്ട് കയറി കളിക്കാനും അറ്റാക്ക് ചെയ്യാനും തുടങ്ങുന്നു. അപ്പോൾ ബാക്ക് ബോളിൽ വരുന്ന വിള്ളലുകളെ ബ്രസീൽ യൂസ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇന്ന് കണ്ടത്. കൂടുതലും ത്രൂ ബോളുകളിൽ നിന്നാണ് ബ്രസീൽ ഗോളുകൾ കണ്ടെത്തിയത്. പക്ഷെ അതിൽ മുഴുവൻ അത് ഓഫ് സൈഡുകളായിരുന്നു. അത് വേറൊരു കാര്യം. അപ്പോ ഈ വിള്ളലുകൾ യൂസ് ചെയ്ത് തന്നെയാണ് പല ഗോൾസും അടിച്ചത്. അപ്പോൾ ബ്രസീലിന്റെ പ്ലാൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇന്നത്തെ 11 കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓക്കെ ആയിട്ട് തന്നെ തോന്നി. കൂഞ്ഞ ഫസ്റ്റ് ലോണിലേക്ക് വരുന്നു. വന്നതിന്റെ ഇമ്പാക്ട് കൂഞ്ഞ ഉണ്ടാക്കുന്നു. 2 ഗോളുകൾ സ്കോർ ചെയ്യുന്നു. ആദ്യ ഗോള് ഒരു ക്ലിയർ ചെയ്ത ബോളിന് കൂഞ്ഞ ഒരു ബ്ലോക്ക് വെക്കുന്നതാണ്. അത് ബ്ലോക്ക് തട്ടിയിട്ട് ബോളുകളുടെ അകത്തേക്ക് കയറുന്നു. അതൊരു ബ്രില്യൻ ഗോൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രില്യൻ ഗോൾ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കൂഞ്ഞയുടെ ആ പൊസിഷനിങ്, കൂഞ്ഞ അവിടെ ഉണ്ടായിരുന്നു. അത് ബ്ലോക്ക് വെക്കാൻ കൂഞ്ഞ ആ പൊസിഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂഞ്ഞയുടെ ബ്രില്യൻസ് തന്നെയാണ്. പിന്നീട് കൂഞ്ഞയുടെ രണ്ടാമത്തെ ഗോൾ നമുക്ക് പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോളായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് വിനീഷ്യസിന്റെ ഒരു അസിസ്റ്റ് വരുന്നുണ്ട്, വിനീഷ്യസിന്റെ ഒരു ഗോൾ വരുന്നുണ്ട്. വിനീഷ്യസിന്റെ നല്ല സുന്ദരം ഗോളായിരുന്നു. ഒരു സെക്കൻഡ് പോസ്റ്റിലോട്ട് ഇങ്ങനെ കറക്കി ഉരുട്ടി ഒരു സാധനം ഇട്ടു. വിനീഷ്യസ് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ റഫീനയെ സംബന്ധിച്ചിട്ട് റഫീനയ്ക്ക് ഒരു പരിക്കിന്റെ കേസ് പറയുന്നുണ്ട്. അതേപറ്റിയിട്ടുള്ള വലിയ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എത്രത്തോളം ഗുരുതരമാണ്, ആൾക്കടുത്ത മത്സരം കളിക്കാൻ കഴിയുമോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഓരോ ബ്രസീൽ ആരാധകനെ സംബന്ധിച്ചിട്ട് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയം ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ് ആ പരിക്ക് എന്നുള്ളതാണ്. പിന്നീട് കസീമറോയും ബ്രൂണോ ഗൊമേറസും സാധാരണ പോലെ ഇന്റർസെപ്ഷൻസിലൊന്നും പോയില്ല. കാരണം പ്ലാൻ അതായിരുന്നല്ലോ, ഹൈത്തിയെ കൊണ്ട് കളിപ്പിക്കുക, ബാക്കിൽ വിള്ളൽ ഉണ്ടാക്കുക, ഗോൾ സ്കോർ ചെയ്യുക എന്നുള്ളൊരു പരിപാടി ആയിരുന്നു. അതെന്തായാലും നടന്നു. പക്ഷെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കളിച്ചിരുന്നെങ്കിൽ നല്ല ഗോൾ മാർജിൻ ഉണ്ടാക്കാമായിരുന്നു. അപ്പൊ ഗോൾ മാർജിൻ എന്ന് പറയുന്ന സാധനം ബ്രസീലിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, മൊറോക്കോ എന്ന് പറയുന്ന ഒരു വമ്പന്മാര് കൂടി ഗ്രൂപ്പിലുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോ ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരം ബലാബലമായിരുന്നു. 1-1 എന്ന സ്കോർ ലൈനിൽ ടൈ ആയി എന്നുള്ള കാര്യം അറിയാം. ഓരോ പോയിന്റ് വീതം 2 ടീമുകൾക്കും കിട്ടി എന്നുള്ള കാര്യം അറിയാം. ഇരുവരുടെയും രണ്ടാമത്തെ മത്സരം 2 പേരും ജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിലവിൽ 2 പേർക്കും 4 പോയിന്റ് വീതമാണുള്ളത്. സോ ഇനി മൊറോക്കോയ്ക്ക് വരുന്ന മത്സരം ഹൈത്തി ആയിട്ടാണ്. അപ്പോൾ ഹൈത്തി ആയിട്ട് മൊറോക്കോ എത്ര ഗോൾ സ്കോർ ചെയ്യും? അപ്പൊ ബ്രസീലിന് തന്നെ ഇപ്പോ 7-8 ഗോളുകൾ അടിക്കാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മൊറോക്കോയ്ക്കും അതേപോലെ തന്നെ ചാൻസസ് ഉണ്ടാവാം. മൊറോക്കോ എത്ര ഗോൾ അടിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. പക്ഷെ ബ്രസീലിനെ സംബന്ധിച്ചിട്ട് സ്കോട്ട്ലൻഡ് ആയിട്ടാണ് ഈ കളി വരുന്നത്. കഴിഞ്ഞ ദിവസം മൊറോക്കോ ആയിട്ടുള്ള മത്സരം നമ്മൾ കണ്ടതാണ്. മൊറോക്കോ ആയിട്ട് അവർ നന്നായിട്ട് കളിച്ചു. 1-0ക്കാണ് മൊറോക്കോവിന് സ്കോട്ട്ലൻഡ് ആയിട്ട് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പൊ സ്കോട്ട്ലൻഡ് ഒരു ചെറിയ ടീമല്ല, അല്ലെങ്കിൽ അവരെ അങ്ങനെ എഴുതി തള്ളാൻ പറ്റുന്ന ഒരു ചെറിയ ടീമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ സ്കോട്ട്ലൻഡിനെതിരെ ബ്രസീലിന് എത്ര ഗോൾ സ്കോർ ചെയ്യാൻ കഴിയും എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ ഒരു പക്ഷേ സ്കോട്ട്ലൻഡ് ആയിട്ട് ചെറിയൊരു മാർജിനിൽ ജയിച്ചിട്ട് മൊറോക്കോ അപ്പുറത്ത് വലിയൊരു ഗോൾ മാർജിനിൽ ജയിക്കുകയാണെങ്കിൽ ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുക എന്നുള്ളത് പറ്റാതെയാവും. ബ്രസീൽ 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും. അപ്പോൾ അത് ബ്രസീലിന്റെ മുമ്പോട്ടുള്ള പോക്കിനെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബ്രസീലിന്റെ പ്ലേയേഴ്സ് കുറച്ചുകൂടി ശ്രദ്ധിച്ച് സൂക്ഷ്മമായി കളിക്കണമായിരുന്നു. മാക്സിമം ഗോളുകൾ സ്കോർ ചെയ്യണമായിരുന്നു. ഈ ജർമ്മനിയൊക്കെ പോലെ അടിച്ചു കൂട്ടാൻ പറ്റുന്ന കളിയാണോ അടിച്ചു തന്നെ കൂട്ടണം. പ്രത്യേകിച്ച് ലീഗ് സ്റ്റേജിലൊക്കെ, ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ അങ്ങനെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് ചെയ്തില്ല എന്നുള്ളതാണ്. ചെയ്തു, പക്ഷെ എല്ലാം ഓഫ് സൈഡ് ഫ്ലാഗുകൾ ഉയർന്നു. ശ്രദ്ധക്കുറവിന്റെ തന്നെയാണ് പ്രശ്നം. പിന്നെ സ്കോട്ട്ലൻഡ് ആയിട്ടുള്ള മത്സരത്തിന് നെയ്മർ എത്തും എന്നുള്ളൊരു റൂമർ കൂടിയുണ്ട്. പക്ഷെ നെയ്മർ എത്ര സമയം കളിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല. പിന്നെ ആള് ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ പെർഫോം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എത്ര സമയം ഗ്രൗണ്ടിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയില്ല. ഒരു പക്ഷേ ആഞ്ചലോട്ടി നെയ്മറെ ആദ്യ 11-ൽ കൊണ്ടുവരാൻ സാധ്യതയില്ല. കളിയുടെ ഗതി അനുസരിച്ചിട്ട് മാത്രമേ നെയ്മറെ ഗ്രൗണ്ടിലേക്ക് ഇറക്കുന്ന ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ആള് ചിന്തിക്കുകയുള്ളൂ എന്ന് പോലും നമുക്ക് പറയേണ്ടി വരും. നെയ്മറെ കൂടുതലായിട്ടും ആള് യൂസ് ചെയ്ത ആ ഒരു രീതിയിലായിരിക്കണം. ഗ്രൂപ്പ് ഘട്ടത്തിലാണെങ്കിലും നെയ്മർ എത്ര മത്സരങ്ങൾ ഇനി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോ
എന്തായാലും നെയ്മറിന്റെ വിടവ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഫീഡ് ചെയ്യാൻ ഒരാൾ ഇപ്പോഴും ബ്രസീലിന് അവൈലബിൾ അല്ല. സോ നെയ്മർ എത്തിയെങ്കിൽ മാത്രമേ അത് നടക്കൂ എന്നുള്ള കാര്യവും നമുക്കറിയാം. പക്ഷെ നെയ്മർ വന്നാലുള്ള സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നെയ്മർ ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിയുമ്പോഴേ നമുക്ക് അറിയൂ. എന്തായാലും സ്കോട്ട്ലൻഡ് ആയിട്ടുള്ള മത്സരം കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക്